ഹായ് ഫ്രണ്ട്സ്, HSA ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രി ക്ലാസ്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6ാമത്തെ മൊഡ്യൂളിലെ പീരിയോഡിക് ലോസ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടിക? നമുക്കറിയാം, രസതന്ത്രം എന്ന് പറയുന്നത് മൂലകങ്ങളെക്കുറിച്ചുള്ളൊരു പഠനമാണ് അല്ലേ? നിലവിൽ 118 മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മൂലകങ്ങളെ അവയുടെ രാസഭൗതിക ഗുണത്തെ അടിസ്ഥാനമാക്കി വർഗീകരിച്ചിരിക്കുന്ന പട്ടികയെയാണ് ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് ആചരിച്ചത് 2019 നമുക്കറിയാം, മെൻഡലീവിൻ്റെ ആവർത്തന നിയമം. മെൻഡലീവിൻ്റെ ആവർത്തന നിയമം നിലവിൽ വരുന്നത് 1869 ഇതിൻ്റെ 150ാം വാർഷികം, അതായത് 2019 ആണ് അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് ആചരിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണത്തെക്കുറിച്ചാണ്. മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ആൻ്റോണിയോ ലാവോസിയ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് രസതന്ത്രജ്ഞനാണ്. അദ്ദേഹം അന്നറിയപ്പെട്ടിരുന്ന 30ഓളം മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. എന്നാൽ ഉപലോഹങ്ങളെ വർഗീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്താണ് ഉപലോഹങ്ങൾ? ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവങ്ങൾ കാണിക്കുന്ന മൂലകങ്ങളെയാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ഉപലോഹങ്ങളെ വർഗീകരിക്കാൻ ആൻ്റോണിയോ ലാവോസിയയ്ക്ക് സാധിച്ചില്ല. അദ്ദേഹത്തിന് ശേഷം മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജൊഹാൻ ഡൊബറൈനർ ആണ്. 1800കളുടെ തുടക്കത്തിൽ ജർമ്മൻ രസതന്ത്രജ്ഞനായ ജൊഹാൻ ഡൊബറൈനർ ആണ് മൂലകങ്ങളുടെ സ്വഭാവങ്ങളിലെ പ്രവണതകളെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത്. 1829 അദ്ദേഹം സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുത്തി ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവയെ ത്രികങ്ങൾ എന്ന് വിളിച്ചു. ത്രികങ്ങളിൽ 1ാമത്തെയും 3ാമത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് മധ്യത്തിൽ വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം മറ്റ് 2 മൂലകത്തിൻ്റെ അറ്റോമിക ഭാരത്തിൻ്റെ ശരാശരി ആയിരിക്കും എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതാണ് ത്രിക നിയമം എന്ന് അറിയപ്പെടുന്നത്. ഡൊബറൈനർ ട്രയാഡ്സിന് എക്സാമ്പിളാണ് താഴെ തന്നിരിക്കുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അടങ്ങുന്ന ട്രയാഡ്സ്, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം അടങ്ങുന്ന മറ്റൊരു ട്രയാഡ്സ്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അടങ്ങുന്ന ട്രയാഡ്സ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അടങ്ങുന്ന ട്രയാഡ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, സോഡിയത്തിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അറ്റോമിക മാസിൻ്റെ ശരാശരിയാണ് എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം അടങ്ങുന്ന ത്രികം എടുക്കുകയാണെങ്കിൽ സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക ഭാരം എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെയും ബേരിയത്തിൻ്റെയും അറ്റോമിക ഭാരത്തിൻ്റെ ഏകദേശ ശരാശരിയാണ് എന്ന് കിട്ടും. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അടങ്ങിയ ട്രയാഡ്സും ഇതേ സവിശേഷത കാണിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഡൊബറൈനർ ട്രയാഡ്സിൻ്റെ പോരായ്മ? ഈ വർഗീകരണം കൊണ്ട് വളരെ കുറച്ച് മൂലകങ്ങളെ മാത്രമേ ക്രമീകരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അതിനാൽ ഈ വർഗീകരണം പിന്തള്ളപ്പെട്ടു. ഡൊബറൈനറിന് ശേഷം മൂലകങ്ങളെ വർഗീകരിക്കാൻ ഒരു ശ്രമം നടത്തിയ വ്യക്തിയാണ് ചാൻ കോർട്ടോയിസ് എന്ന് പറയുന്നത്. അദ്ദേഹം 1862 അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പട്ടികയിൽ ക്രമീകരിച്ചുകൊണ്ട് സ്വഭാവങ്ങളിലുള്ള ക്രമാവർത്തനങ്ങൾ കാണിച്ചു തന്നു.
എന്നാൽ ഇതും അത്ര ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിലിണ്ട്രിക്കൽ പീരിയോഡിക് ടേബിൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സിലിണ്ട്രിക്കൽ പീരിയോഡിക് ടേബിൾ അലക്സാണ്ട്രെ ഇ ബി ദി ചാൻകോർട്ടോയിസിൻ്റെ ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ശേഷം മൂലകങ്ങളെ വർഗീകരിക്കാൻ ഒരു ശ്രമം നടത്തിയത് 1865 ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ്. ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചത്. എന്താണ് അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിപ്പിച്ചപ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഒന്നാമത്തെ മൂലകത്തിൻ്റെ ഗുണങ്ങൾ ആവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. ഇതിനെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. മൂലകങ്ങളെ അറ്റോമിക ഭാരത്തിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിച്ചപ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഒന്നാമത്തെ മൂലകത്തിൻ്റെ ഗുണങ്ങൾ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. കാൽഷ്യം വരെയുള്ള മൂലകങ്ങൾക്ക് മാത്രമേ അഷ്ടക നിയമം ബാധകമായുള്ളൂ എന്നൊന്ന് ഓർമ്മിച്ച് വെക്കുക. 1887 ലണ്ടൻ റോയൽ സൊസൈറ്റി അദ്ദേഹത്തെ ഡേവി മെഡൽ നൽകി ആദരിച്ചു എന്നുള്ളതും ഓർത്തു വെക്കുക. ന്യൂലാൻഡ്സിൻ്റെ അഷ്ടകങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിഥിയം തുടങ്ങി കാൽഷ്യം വരെയുള്ള മൂലകങ്ങൾക്ക് മാത്രമേ അഷ്ടക നിയമങ്ങൾ ബാധകമായിട്ടുള്ളൂ. നമുക്ക് നോക്കാം. എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഒന്നാമത്തെ മൂലകത്തിൻ്റെ സ്വഭാവങ്ങൾ ആവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. സോഡിയം ലിഥിയത്തിന് സമാനമാണ്, മഗ്നീഷ്യം ബെറിലിയത്തിന്. അങ്ങനെ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഒന്നാമത്തെ മൂലകത്തിൻ്റെ ഗുണങ്ങൾ ആവർത്തിക്കുന്നു എന്ന് കണ്ടെത്തി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണമാണ്. ന്യൂലാൻഡ്സിൻ്റെ അഷ്ടകങ്ങൾ വരെയാണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ പഠിച്ചത് ആൻ്റോണിയോ ലാവൂസിയുടെ വർഗീകരണമാണ്. അദ്ദേഹം അന്നറിയപ്പെട്ടിരുന്ന 30ഓളം മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും തരംതിരിച്ചു. ഉപലോഹങ്ങൾക്ക് സ്ഥാനം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ശേഷമാണ് ഡൊബറൈനർ ട്രയാഡ്സ്. അദ്ദേഹം സമാന ഗുണമുള്ള 3 മൂലകങ്ങളുടെ ഗ്രൂപ്പുകളാക്കി തിരിക്കുകയാണ് ചെയ്തത്. മധ്യത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം എന്ന് പറയുന്നത് മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക ഭാരത്തിൻ്റെ ഏകദേശ ശരാശരിയാണെന്ന് കണ്ടെത്തി. ഡൊബറൈനർ ട്രയാഡ്സിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയവ. ശേഷം മൂലകത്തെ വർഗീകരിച്ചത് ചാൻകോർട്ടോയിസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ജിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെതാണ് സിലിണ്ട്രിക്കൽ പീരിയോഡിക് ടേബിൾ എന്ന ആശയം. അതിനുശേഷമാണ് ന്യൂലാൻഡ്സിൻ്റെ അഷ്ടകങ്ങൾ വരുന്നത്. ന്യൂലാൻഡ്സിൻ്റെ അഷ്ടക നിയമം, അതായത് മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിപ്പിച്ചപ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഒന്നാമത്തെ മൂലകത്തിൻ്റെ ഗുണങ്ങൾ ആവർത്തിക്കുന്നതായി കണ്ടു എന്ന് കണ്ടെത്തി. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് കാൽഷ്യം വരെയുള്ള മൂലകങ്ങൾക്ക് മാത്രമേ ഈ അഷ്ടക നിയമം ബാധകമായുള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്കി മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ, ലോതർ മേയറിൻ്റെ കർവ്, ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.